ആയിഷ ഉമ്മർ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സുന്നത്ത് നിസ്കാരം നിർവഹിച്ചു. ആ സുന്നത്ത് നിസ്കാരത്തിൽ സുബഹി വരെ ഒരു ആയത്ത് ഇങ്ങനെ ആവർത്തിച്ച് ഓതി കരഞ്ഞുകൊണ്ട് സുബഹി വരെ നിസ്കരിച്ചു. ആ ആയത്ത് ഏതാണ്? റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞ ഒരു സംഭവമാണ് ഖുർആൻ എടുത്തു പറയുന്ന സൂറത്തുൽ മാഇദയിൽ. ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. ഈസാ നബി അലൈഹിസ്സലാം തന്റെ സമുദായത്തെ ഇസ്ലാമിലേക്ക് വിളിച്ചിട്ട് അവസാനം പറഞ്ഞു, അല്ലാഹുവേ, അവർ ധിക്കരിച്ച് നടക്കുകയാണ്, നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ ഫഇന്നഹും ഇബാദുക, അവർ നിന്റെ അടിമകളാണ്. നീ അവർക്ക് നീ പുറത്തു കൊടുക്കുകയാണെങ്കിൽ നീ ഹക്കീമാണ്, നീ അസീസാണ്. ഈ ആയത്തിനെ ചിന്തിച്ച് ഹബീബായ മുത്തുനബി ചിന്തിച്ചു, എൻ്റെ ഉമ്മത്തുകൾക്കുള്ള അവസ്ഥ എന്താണ്? അങ്ങനെ ഹബീബായ മുത്തുനബി ഈ ആയത്തിന് അർത്ഥം ചിന്തിച്ചു. അവസാനം കരഞ്ഞു റബ്ബിനോട് ദുആ ചെയ്തു. ആ ദുആക്ക് മറുപടിയായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. ആ പറഞ്ഞ സംഭവം എന്താണ്? അതാണ് ഈ ഹദീസിൽ നമുക്ക് പഠിക്കാനുള്ളത്.